ബിഗ് ബോസ് സീസൺ 6ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ജാൻമണി നമ്മുടെ ഹൗസ് വിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ആ സമയത്ത് നമ്മുടെ ലാലേട്ടൻ ജാൻമണിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം പൊട്ടിക്കരഞ്ഞ് വളരെയധികം വിഷമത്തോടു കൂടിയാണ് ജാൻമണി സ്റ്റേജിലേക്ക് വരുന്നത്. എല്ലാവരും ലൈവിൽ കണ്ടതായിരിക്കണം. എന്തായാലും അത്രയധികം വിഷമത്തോടു കൂടിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. ഒരു കണ്ടസ്റ്റന്റും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ സീസണിൽ. അപ്പോൾ എന്തായാലും അത്യധികം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നാലും ലാലേട്ടൻ വളരെയധികം ആശ്വസിപ്പിക്കുന്നുണ്ട്. ലാലേട്ടൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ജാൻമണി ഇതൊരു ഷോ ആണ്, ഇതൊരു ഗെയിമാണ്, ഗെയിം കളിക്കാനല്ലേ വന്നത്. അപ്പോൾ ഈ ഗെയിമിൽ ഇങ്ങനെയൊക്കെയാണ്, എന്തായാലും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും നാൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യം തന്നെയല്ലേ എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ജാൻമണി പറയുന്നുണ്ട്, അതെ ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ജാൻമണി ഒരിക്കലും കരച്ചിൽ നിർത്തുന്നില്ല എന്നുള്ളതാണ്. അത്രക്ക് വിഷമത്തോടു കൂടിയാണ് ജാൻമണി അവിടെ സ്റ്റേജിൽ ഇപ്പോൾ ലാലേട്ടന് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് അറിയാം. പൊട്ടി കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എന്തായാലും ലാലേട്ടൻ പറയുന്നുണ്ട്, ജാൻമണി നല്ലൊരു ഗെയിമറാണ്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടാവാം, ഞാനല്ല തീരുമാനിക്കുന്നത്, പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എന്തായാലും വോട്ടിങ്ങിനനുസരിച്ചല്ലേ നമ്മുടെ എവിക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജാൻമണിയെ കുറിച്ച് നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ്. ബിഗ് ബോസ് ഹൗസിലെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്. സംസാരമൊക്കെ നല്ല ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്. ഫണ്ണി തമാശകളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇടയ്ക്ക് അവരുടെ ശാപവാക്കുകളൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ അടുത്ത് തന്നെ ഒരു 2 ആഴ്ചക്കുള്ളിലായിട്ട് നോറയുമായിട്ടുള്ള ഒരു ഇൻസിഡന്റിൽ വളരെ മോശമായിട്ട് ജാൻമണി റിയാക്ട് ചെയ്തൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വളരെ മോശമാണ്. എന്തായാലും നോറയും ജാൻമണിയും അത്രയധികം അടുപ്പത്തിലല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാലും ജാൻമണിയുടെ ഏറ്റവും വലിയ കൂട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോ ചേട്ടനാണ്. എന്തായാലും ഈ എവിക്ഷന് ശേഷം നമ്മുടെ ജാൻമണി ജിൻഡോയെ പൊക്കി പറയുന്നതൊക്കെ ഒരുപാട് ലൈവിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. യൂട്യൂബിലൊക്കെ അപ്പോൾ അതിന്റെ ലൈവ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ജാൻമണി ഇന്ന് ഹൗസിൽ നിന്ന് പുറത്തേക്കാണ്. പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.